ഏകദേശം 10 വർഷം മുമ്പ് നാഗ്പൂരിലെ MCAക്ക് പഠിക്കുന്ന സമയത്ത് ഞങ്ങളൊരു 10-11 ഫ്രണ്ട്സ് ചേർന്ന് ഡിസൈഡ് ചെയ്തു ഡോങ്കർഗഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അമ്പലമുണ്ട്, അത് കാണാനായിട്ട് പോകാമെന്ന്. അപ്പം ഞങ്ങൾ രാവിലെ ഒരു 6 മണിക്കത്തെ ലോക്കൽ ട്രെയിൻ പിടിച്ച് ഡോങ്കർഗഡിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അറിയുന്നത് ഈ അമ്പലം ഒരു 1000 സ്റ്റെപ്സ് കയറി മേളിൽ ചെന്നിട്ട് വേണം ഈ അമ്പലം കാണാനെന്ന്. ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. 1000 സ്റ്റെപ്പൊക്കെ കയറി ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നെന്ന് പറഞ്ഞാലും വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വളരെ കഷ്ടപ്പെട്ട് 1000 സ്റ്റെപ്പ് കയറി മേളിൽ ചെന്നു. മേളിൽ ചെന്നപ്പോൾ കാണുന്നത് ഒരു ചെറിയ അമ്പലം. എൻ്റെ എക്സ്പെക്ടേഷന് വളരെ ഓപ്പോസിറ്റ് ആയിരുന്നു ഞാൻ കണ്ട ആ അമ്പലം. കാരണം എൻ്റെ മനസ്സിൽ 1000 പടി കയറി ഞാൻ മേളിൽ ചെല്ലുമ്പോൾ വളരെ ഭംഗിയുള്ള നല്ല ചിത്രപ്പണികളൊക്കെ ഉള്ള അല്ലെങ്കിൽ വളരെ ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് പറ്റിയ ഒരു അമ്പലമായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ അവിടെ കണ്ടതൊരു ചെറിയ അമ്പലം. ഞാൻ ഡിസപ്പോയിന്റഡ് ആയിരുന്നു. സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഒത്തിരി എഫേർട്ട് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ വിചാരം അതിന്റെ റിസൾട്ടും നമ്മുടെ എഫേർട്ടിനനുസരിച്ചുള്ളതായിരിക്കണം. എൻ്റെ ജീവിതത്തിൽ തന്നെ കുറച്ച് നാൾ മുമ്പത്തെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ എനിക്ക് നാട്ടിലൊരു IT കമ്പനിയിൽ ജോലി വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഒരു ജാവ ഡെവലപ്പർ ആയിരുന്ന ഞാൻ ഗോലാങ് പഠിച്ചു. എന്നിട്ട് ഗോലാങ് പഠിച്ചിട്ട് ആ കമ്പനിയിൽ ഇന്റർവ്യൂ കൊടുത്തു. പക്ഷെങ്കിൽ എനിക്ക് ആ ഇന്റർവ്യൂ കിട്ടിയില്ല. ഞാൻ ഒന്നല്ല ഒരു 2-3 വട്ടം നോർമലി ഒരു IT കമ്പനിയിൽ ഒരു വട്ടം ഇന്റർവ്യൂ കൊടുത്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 3 മാസത്തേക്കോ 6 മാസത്തേക്കോ ഇന്റർവ്യൂ കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ ഈ പർട്ടിക്കുലർ കമ്പനി വേറെ പ്രൊജക്ടിന് വേണ്ടി അവർക്ക് വീണ്ടും നമ്മൾ ഇന്റർവ്യൂ കൊടുക്കായിരുന്നു. ഞാൻ ഒരു 3 അറ്റംപ്റ്റ് വരെ നടത്തി. പക്ഷെ എനിക്ക് അവിടെ ജോലി കിട്ടിയില്ല. പിന്നീടാണ് ചെന്നൈയിൽ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ എനിക്ക് ജോലി കിട്ടിയത് ഈ ഗോലാങ് വെച്ചിട്ട്. അപ്പൊ ഇതിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യമുണ്ട്. ഞാൻ വളരെ കഷ്ടപ്പെട്ട ഒരു പുതിയ ടെക്നോളജി തന്നെ പഠിക്കുകയായിരുന്നു, അല്ലെങ്കിൽ പുതിയൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് തന്നെ ഞാൻ വളരെ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചു. പക്ഷെ ഞാൻ ആഗ്രഹിച്ചിരുന്ന ആ കമ്പനിയിലല്ല എനിക്ക് ജോലി കിട്ടിയത്. എനിക്ക് വേറെ ഒരു കമ്പനിയിലാണ് ജോലി കിട്ടിയത്. അത് ഞാൻ ആഗ്രഹിച്ചതിലൊക്കെ ഒത്തിരി ബെറ്റർ ആയിരുന്നു. ഇതിന് ഞാൻ പഠിച്ച കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു ഒത്തിരി എഫേർട്ട് ഇടുമ്പോൾ നമ്മുടെ വിചാരം നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് കിട്ടണമെന്നാ. പക്ഷെ എന്നെ എൻ്റെ ജീവിതം പഠിപ്പിച്ച എന്താന്ന് വെച്ചാൽ, എന്ത് റിസൾട്ടാണോ നമുക്ക് കിട്ടുന്നത് അതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം നമ്മൾ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് എഫേർട്ട് അവിടെ ഇട്ടേക്കുന്നത്. ഇങ്ങനെ അഥവാ നമുക്ക് തോന്നിയില്ലെങ്കിൽ പോലും നമ്മുടെ മനസ്സിനെ നമ്മൾ അതൊന്ന് പഠിപ്പിച്ചാൽ ഈ കിട്ടിയ റിസൾട്ട് ഉണ്ടല്ലോ, ഈ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എനിക്ക് കിട്ടിയ ഈ റിസൾട്ട് തന്നെയാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് നമ്മുടെ മനസ്സിനെ നമുക്കൊന്ന് പഠിപ്പിക്കാൻ സാധിച്ചാൽ ഒത്തിരി ഡിസപ്പോയിന്റ്മെന്റുകളൊക്കെ നമുക്ക് നമ്മുടെ ലൈഫിൽ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഇന്നത്തെ എൻ്റെ ലേണിംഗ്. അപ്പോൾ വീണ്ടും കണ്ടുമുട്ടും വരെ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.